Hello, my dear YouTubies. It's me, SP from SP Tutorials. Welcome to SP's Spoken English. One day, one phrase challenge. ഒരു ദിവസം ഒരു വാക്യം പഠിക്കാം. ഇന്നത്തെ വാക്യം വാട്ട് ഡു യു. വാട്ട് ഡു യു എന്ന് പറയരുത്, വാട്ട് ഡു യു. എൻ്റെ കൂടെ പറഞ്ഞു നോക്കൂ. വാട്ട് ഡു യു, വാട്ട് ഡു യു, വാട്ട് ഡു യു, വാട്ട് ഡു യു. വാട്ട് ഡു യു ഉപയോഗിച്ചുകൊണ്ടുള്ള 3 പ്രയോഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഒന്നാമത്തെ ഉപയോഗം വാട്ട് ഡു യു ലൈക്ക്. നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഒരാളുടെ ഇഷ്ടം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രയോഗിക്കുന്നത്. ലൈക്കിന് വേറെയും മീനിങ്ങുകളുണ്ട്. ഇഷ്ടപ്പെടുക, ആശിക്കുക, സ്നേഹിക്കുക. രണ്ടാമത്തെ പ്രയോഗം വാട്ട് ഡു യു തിങ്ക്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാളുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രയോഗം. തിങ്കിൻ്റെ മറ്റു മീനിങ്ങുകൾ നോക്കുക. തോന്നുക, ചിന്തിക്കുക, വിചാരിക്കുക, ആലോചിക്കുക. മൂന്നാമത്തെ പ്രയോഗം വാട്ട് ഡു യു വാണ്ട്. ഒരാളുടെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രയോഗം. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? വാണ്ടിൻ്റെ മറ്റു മീനിങ്ങുകൾ ആഗ്രഹിക്കുക, ആവശ്യപ്പെടുക. നമുക്ക് ഒന്നാമത്തെ പ്രയോഗത്തിൻ്റെ എക്സാമ്പിളുകൾ പരിശോധിക്കാം. നിങ്ങളും എൻ്റെ കൂടെ പറഞ്ഞു പഠിക്കൂ. വാട്ട് ഡു യു ലൈക്ക് ടു ഡു. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? ഡു, ചെയ്യുക. വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ്. നിങ്ങൾ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? തിന്നാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? വാട്ട് ഡു യു ലൈക്ക് ടു ഡ്രിങ്ക്. നിങ്ങൾ എന്താണ് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്? വാട്ട് ഡു യു ലൈക്ക് ടു വാച്ച്. നിങ്ങൾ എന്താണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്? വാട്ട് ഡു യു ലൈക്ക് ടു ബൈ. നിങ്ങൾ എന്താണ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നത്? വാട്ട് ഡു യു ലൈക്ക് ടു സ്റ്റഡി. നിങ്ങൾ എന്താണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്? വാട്ട് ഡു യു ലൈക്ക് ടു റീഡ്. നിങ്ങൾ എന്താണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്? വാട്ട് ഡു യു ലൈക്ക് ടു ലിസൺ ടു. നിങ്ങൾ എന്താണ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്? ലിസൺ എന്നുള്ള വാക്കിൻ്റെ കൂടെ എപ്പോഴും ടു എന്നുള്ള ആ ഒരു പ്രയോഗം ഉണ്ടായിരിക്കും. അത് അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വാട്ട് ഡു യു ലൈക്ക് ടു ലേൺ അബൌട്ട്. ലേൺ പറഞ്ഞാൽ പഠിക്കുക എന്നുള്ള മീനിങ് തന്നെയാണ്. അബൌട്ട് കുറിച്ച് എന്നുള്ള മീനിങ് ആണ്. വാട്ട് ഡു യു ലൈക്ക് ടു ലേൺ അബൌട്ട്. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്? വാട്ട് ഡു യു ലൈക്ക് ടു പ്ലേ. നിങ്ങൾക്ക് എന്താണ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഏത് കളിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത്. ഫുട്ബോളാണോ ക്രിക്കറ്റാണോ? വാട്ട് ഡു യു ലൈക്ക് ടു ടോക്ക് അബൌട്ട്. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ടോക്ക്, സംസാരിക്കുക. വാട്ട് ഡു യു ലൈക്ക് ടു എക്സ്പീരിയൻസ്. നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? നമുക്ക് രണ്ടാമത്തെ പ്രയോഗത്തിൻ്റെ എക്സാമ്പിളുകൾ നോക്കാം. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് മൂവി. ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാളുടെ അഭിപ്രായം ആരായുകയാണ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ബുക്ക്. ഈ പുസ്തകത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് സോങ്. ഈ പാട്ടിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഗെയിം. ഈ ഗെയിമിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് പ്ലേസ്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ആക്ടിവിറ്റി. ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ടോപ്പിക്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മൂന്നാമത്തെ പ്രയോഗമായ വാണ്ടിൻ്റെ പ്രയോഗം നോക്കാം. വാട്ട് ഡു യു വാണ്ട് ഫോർ ഡിന്നർ. നിങ്ങൾക്ക് എന്താണ് അത്താഴത്തിന് ആഗ്രഹിക്കുന്നത്? അത്താഴത്തിന് എന്ത് വേണം? അയാളുടെ ആഗ്രഹം മനസ്സിലാക്കുകയാണ്. വാട്ട് ഡു യു വാണ്ട് ടു ബൈ. നിങ്ങൾ എന്താണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ഡു യു വാണ്ട് ടു ലേൺ. നിങ്ങൾ എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ഡു യു വാണ്ട് ടു അച്ചീവ്. നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? അച്ചീവ്, നേടുക എന്നുള്ള മീനിങ് ആണ്. വാട്ട് ഡു യു വാണ്ട് ടു വിസിറ്റ്. നിങ്ങൾ എന്താണ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത്? ഏത് ലൊക്കേഷനിൽ എന്താണ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ഡു യു വാണ്ട് ടു ട്രൈ. നിങ്ങൾ എന്താണ് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ ഫ്രേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ സ്വന്തമായോ ഇന്നു പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്തോ കുറച്ച് വാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വാക്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന സമയത്ത്
നമ്മുടെ കീബോർഡിൻ്റെ മുകളിൽ വലതുഭാഗത്ത് മുകളിലായിട്ട് ഒരു വോയിസ് റെക്കോർഡർ ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് സംസാരിച്ച് രേഖപ്പെടുത്തണം. നിങ്ങളുടെ വോയിസ് ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അത് വേണം പോസ്റ്റ് ചെയ്യാൻ. ഇതുവഴി നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക.